ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ക്കാണ് ആരംഭിക്കുക. സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോപ്പിന്റെ സുരക്ഷാ വിഭാഗമായ സ്വിസ് ഗാർഡുകളടക്കം വിന്യസിച്ചിട്ടുണ്ട്. യുദ്ധവിമാനങ്ങളും സജ്ജമാണ്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപിൽ നിന്ന് 24 എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 50-ലേറെ രാഷ്ട്രത്തലവന്മാർ, നൂറുകണക്കിന് വിദേശ പ്രതിനിധികൾ, വിദേശ നേതാക്കളൊക്കെ എത്തിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അതുപോലെ തന്നെ വ്ളാഡിമിർ സെലൻസ്കി, യുക്രൈൻ പ്രസിഡന്റ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും സേനാ സംവിധാനങ്ങളൊക്കെ വളരെ അലേർട്ടായിരിക്കുകയാണ്. പേപ്പൽ സെക്യൂരിറ്റി ഗാർഡുകളായ സ്വിസ് ഗാർഡുകൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇറ്റാലിയൻ പോലീസ്, അതുപോലെ ഇറ്റാലിയൻ സൈനികർ അടക്കമുള്ള എല്ലാ സേനയും ഇവിടെയുണ്ട്. ഏത് സമയവും തയ്യാറായി ഫൈറ്റർ ജെറ്റുകൾ നിൽക്കുന്നുണ്ട്. ഡ്രോൺ മറ്റ് സോൾജേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഇത്രയും രാജ്യങ്ങളുടെ തലവന്മാരാണ് ഇവിടെ വരുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ തരത്തിൽ വലിയ സെക്യൂരിറ്റി. റോമാ നഗരം മുഴുവൻ കനത്ത സുരക്ഷയിലാണ്. ആയിരക്കണക്കിന് പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുമായി റോമാ നഗരം തയ്യാറെടുത്തിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ ഇവിടെ വന്ന് രാത്രിയിലും ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ ഇന്ത്യയിൽ നേരം വെളുക്കുന്നു, പക്ഷെ ഇവിടെ നല്ല തണുപ്പാണ്. ആ തണുപ്പ് വകവയ്ക്കാതെ പാതയോരത്ത് ചെറുപ്പക്കാരും അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരൊക്കെ തെരുവിൽ കിടന്നുറങ്ങുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പയ്ക്ക് യാത്ര അയപ്പ് നൽകാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി, അതുപോലെ തന്നെ പീഡിതർക്ക് വേണ്ടി, അഭയാർത്ഥികൾക്ക് വേണ്ടി നിലപാടെടുത്തൊരു മാർപ്പാപ്പ, ലോകത്തിൻ്റെ മനസാക്ഷിയായി മാറിയൊരു മാർപ്പാപ്പ, ഉക്രൈൻ യുദ്ധത്തിനെതിരെ, ഇസ്രായേൽ യുദ്ധത്തിനെതിരെ അതിശക്തമായ രീതിയിൽ പ്രതികരിച്ചൊരു മാർപ്പാപ്പ, ലോകത്തെ സ്നേഹിച്ച മാർപ്പാപ്പ, കാരുണ്യത്തിൻ്റെതായിട്ടുള്ള മാർപ്പാപ്പ. ആ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥനകളുമായിട്ട് പലരും കൊണ്ട് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഈ തണുപ്പിൽ, കടും തണുപ്പാണ് ഇവിടെ, ആ തണുപ്പിനിടയിലും അവർ തെരുവോരത്ത് കഴിയുകയാണ്. നേരം വെളുക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് യാത്ര പറയുകയാണ് എന്നേക്കുമായി. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരൊക്കെ ഈ തണുപ്പിനെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്.